ഫിനാൻസ് ഇൻഫോപീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. സ്വിംഗ് ട്രേഡിംഗ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇയർലി എല്ലാ വർഷവും 20% റിട്ടേൺ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യേണ്ടത്? ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് 200 ഡേ മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് നല്ല കമ്പനീസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും സ്വിംഗ് ട്രേഡിങ്ങിലൂടെ 20% റിട്ടേൺ നേടി തരാൻ അല്ലെങ്കിൽ നേടുവാൻ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കാം എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത്. What is swing trading? Swing trading is a style of trading that attempts to capture short to medium term gains in a stock over a period of a few days to several weeks. Swing traders primarily use technical analysis to look for trading opportunities. അപ്പം ഇത് ആക്ച്വലി കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് തന്നെയാണ്, പക്ഷെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ചിലപ്പം 1 വർഷം അല്ലെങ്കിൽ 5 വർഷം 10 വർഷം ചിലപ്പം നമ്മുടെ ലൈഫ് ടൈം കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ കമ്പനിയിൽ ഗ്രോ ചെയ്യണതിന്റെ ഒപ്പം നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡേയിലെ മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഒരു 1% അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഷെയർസ് മേടിച്ച് സെയിം ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഷെയർസ് വിറ്റ് നമുക്ക് അതിലെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഡേ ട്രേഡിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ തന്നെ നമ്മൾ വൺസ് ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ ആ ഷെയറിന്റെ ഫ്യൂച്ചറിലെ മൂവ്മെന്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഫ്യൂച്ചറിലെ അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ഡേ ആവാം, 1 ഡേ തൊട്ട് മേ ബി 6 months അല്ലെങ്കിൽ 1 year 2 year 3 years വരെ ആവാം. ആ ഒരു ഷോർട്ട് ടേം പീരീഡ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ഒരു ഷോർട്ട് ടേം പീരീഡിൽ നമ്മൾ ആ ഷെയറിന്റെ അപ്വേർഡ് മൂവ്മെന്റ് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റഡ് അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് നമ്മൾ എത്രയാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നത്, ഇപ്പൊ 20% അല്ലെങ്കിൽ 25% നെക്സ്റ്റ് 6 months അല്ലെങ്കിൽ നെക്സ്റ്റ് 1 yearൽ മൂവ് ചെയ്യുന്നുള്ള ഒരു ആന്റിസിപ്പേഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ എന്നുണ്ടെങ്കിൽ ആ ഒരു 6 months അല്ലെങ്കിൽ 1 year പീരീഡിൽ ആ ഒരു 20% അല്ലെങ്കിൽ ഒരു 15% അപ്വേർഡ് മൂവ്മെന്റ് ആ ഷെയർ പ്രൈസിൽ മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷെയർസ് വിറ്റ് നമ്മൾ ആ പ്രോഫിറ്റ് നമ്മൾ എന്താ പറയാ നമ്മൾ അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുക. ഡേ ട്രേഡിങ്ങിലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ തൊട്ട് നമ്മൾ 6 months 1 year പല സാഹചര്യങ്ങളിൽ 2 years വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് മേടിച്ച് ഷെയർസ് ഹോൾഡ് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു അപ്വേർഡ് മൂവ്മെന്റ് 10% അല്ലെങ്കിൽ 20% അപ്വേർഡ് മൂവ്മെന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഷെയർ വിറ്റ് നമ്മുടെ ആ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ട് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നല്ല കമ്പനീസിലൂടെ, നല്ല സോളിഡ് ഫണ്ടമെന്റൽസ് ഉള്ള, സോളിഡ് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള അല്ലെങ്കിൽ ബേസ് ഉള്ള കമ്പനീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ കമ്പനീസിൽ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ 200 ഡേ മൂവിംഗ് ആവറേജ് എന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇയർലി നിങ്ങൾക്ക് എങ്ങനെ 20% ഗെയിൻ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മെത്തേഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്താണെന്നും ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്നും ആ കമ്പനിയുടെ മാർക്കറ്റ് എന്താണ് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ എന്താണെന്നും ആ കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചറിലെ ഗ്രോത്ത് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ബ്രിട്ടാനിയ. ബ്രിട്ടാനിയ
പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബ്രിട്ടാനിയയുടെ വെബ്സൈറ്റ് ആണ്. അപ്പൊ ബ്രിട്ടാനിയ എന്ന കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബ്രിട്ടാനിയ എന്ത് പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളത്. ബേസിക്കലി ബ്രിട്ടാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ബ്രിട്ടാനിയ. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണ് ആ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിന്റെ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ ആ പ്രൊഡക്റ്റിന്റെ ആവശ്യം എത്രമാത്രം ഉണ്ടെന്നും ആ ബിസിനസിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഒരു കാര്യം നമുക്കറിയണമെങ്കിൽ ഫസ്റ്റ് നമുക്കറിയേണ്ടത് ആ കമ്പനിയുടെ എന്തെല്ലാം ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ആ കമ്പനിക്ക് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ബ്രിട്ടാനിയയുടെ പ്രൊഡക്ട്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പം ബ്രിട്ടാനിയയുടെ പ്രൊഡക്റ്റ് കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ബ്രിട്ടാനിയയുടെ പ്രൊഡക്ട്സ് ബേസിക്കലി എന്താണെന്നുള്ളത് അറിയാമെങ്കിൽ പോലും ഇപ്പൊ ആരോട് ചോദിച്ചാലും എല്ലാവരും ഒരേപോലെ പറയും ബ്രിട്ടാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന്. എന്നാൽ ആക്ച്വലി ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സ് മാത്രമല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, മറ്റ് പല പ്രൊഡക്ട്സും ബ്രിട്ടാനിയ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് ബ്രിട്ടാനിയയുടെ പ്രൊഡക്ട്സ് എന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. ബ്രിട്ടാനിയ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ഫസ്റ്റ് കാറ്റഗറി ഒബ്വിയസ്ലി ബിസ്ക്കറ്റ്സ് ആണ്. ബിസ്ക്കറ്റ്സിൽ തന്നെ നമുക്കറിയാം പല ബ്രാൻഡുകളുണ്ട്. ഗുഡ് ഡേ, ക്രാക്കേഴ്സ്, ന്യൂട്രി ചോയ്സ്, മാരിഗോൾഡ്, ടൈഗർ, മിൽക്ക് ബിക്കീസ്, ജിം ജാം പ്ലസ് ട്രീറ്റ്, ബോർബോൺ, ലിറ്റിൽ ഹാർട്സ്, പ്യുവർ മാജിക്, നൈസ് ടൈം. ഓൾമോസ്റ്റ് ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരു വട്ടെങ്കിലും കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്, അല്ലെ? നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ബ്രെഡ് സെക്ഷൻ. ബ്രെഡ്സിൽ തന്നെ ഹോൾ വീറ്റ് ബ്രെഡ്സ് ഉണ്ട്, വൈറ്റ് സാൻഡ്വിച്ച് ബ്രെഡ്സ് ഉണ്ട്, ബ്രെഡ് അസോർട്ട്മെന്റ് ഉണ്ട്, ഡെയിലി ബ്രെഡ്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയറി പ്രൊഡക്ട്സ്. ഡയറി പ്രൊഡക്ട്സിൽ ചീസ്, മിൽക്ക് ബേസ്ഡ് ബീവറേജസ്, ഫ്രഷ് ഡയറി, എവറി ഡേ ഗുഡ്നസ്. Then next section is cakes. Cakesല് ഗോബിൾസ് ഉണ്ട്, ടിഫിൻ ഫൺ ഉണ്ട്, നട്ട് ആൻഡ് റൈസിൻ ഉണ്ട്, മഫിൾസ്, ലെയേഴ്സ്, റോളിയോ, ഫഡ്ജീറ്റ്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് റസ്ക്. റസ്കില് ടോസ്റ്റ് ടീ എന്നാണ് അവരുടെ ബ്രാൻഡിന്റെ പേര്. ദെൻ ക്രീം വേഫേഴ്സ് ഉണ്ട്, ട്രീറ്റ് ക്രീം വേഫേഴ്സ് ഉണ്ട്. ലാസ്റ്റ് പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്രോയിസൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അത് ലേറ്റസ്റ്റ് ആയിട്ട് ബ്രിട്ടാനിയ ഇറക്കിയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് ബ്രിട്ടാനിയ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കണ്ടു എന്തെല്ലാം കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് ആണ് പല ബ്രാൻഡിന്റെ പേരിൽ ബ്രിട്ടാനിയ ഇറക്കിയിരിക്കുന്നതെന്നും. അപ്പം ഈ പ്രൊഡക്ട്സ് എല്ലാം ഫ്യൂച്ചറിൽ നമ്മളൊരു 10 years 5 years കഴിഞ്ഞാലും 10 years കഴിഞ്ഞാലും ഈവൻ 50 years കഴിഞ്ഞാലും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പാർട്ടായിട്ടാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം വരുന്നത്. കേക്ക് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും ബിസ്ക്കറ്റ്സ് ആണെങ്കിലും ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഡെയിലി ഈറ്റിംഗ് ഫുഡ് ഹാബിറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ബ്രിട്ടാനിയ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ആവശ്യം മാർക്കറ്റിൽ ഇല്ലാതാവുക എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ഒട്ടും തന്നെ ഇല്ലാന്ന് നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ വൺസ് കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്താണെന്നും എന്ത് മാർക്കറ്റിനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് screener.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് എന്താണെന്ന്, നമ്പേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ screener.in എന്ന വെബ്സൈറ്റിലെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത്. അപ്പം ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 ഓൾമോസ്റ്റ് 81,000 മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ഇതിന്റെ കറന്റ് സ്റ്റോക്ക് പി എന്ന് പറയുന്നത് 43 ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് 0.92 ആണ്. റീസെന്റ് ആയിട്ട് കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി കൂടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് 0.5 താഴെ നിൽക്കുന്ന, മാക്സിമം ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനിയാണോ അത്രയും നല്ലത്, പക്ഷെ അറ്റ്ലീസ്റ്റ് 0.5 താഴെ നിൽക്കുന്ന കമ്പനീസ് ആണ് ഞാൻ മോസ്റ്റ്ലി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് 50%.
പ്ലഡ് ഷെയർസ് കമ്പനിയുടെ ഒട്ടും തന്നെ ഇല്ല. നമുക്കിനി സെയിൽസ് കമ്പനിയുടെ ലാസ്റ്റ് 10 ഇയേഴ്സിലെ സെയിൽസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. മാർച്ച് 2009 കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് 3,400 crores ആയിരുന്നു. അതിൽ നിന്നും ലാസ്റ്റ് 10 ഇയേഴ്സിൽ കമ്പനി ഓൾമോസ്റ്റ് 3 to 4 ടൈംസ് കമ്പനിയുടെ സെയിൽസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള, അതായത് ഈ കമ്പനിയുടെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ? നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പൊ ഒരു എക്സാമ്പിൾ ബിസ്ക്കറ്റ് തന്നെ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 100 രൂപയാണ് കോസ്റ്റ് വരുന്നത്. നിങ്ങൾ അത് സെയിൽ ചെയ്തത് 106 രൂപയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് അതിനകത്ത് പ്രോഫിറ്റ് വരുന്നത്? ഓൾമോസ്റ്റ് 6% ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നത്, അല്ലെ? അപ്പം അതിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽസ് എത്രയാണോ കോസ്റ്റ്, അതിന്റെ മുകളിൽ എത്ര ശതമാനം പ്രോഫിറ്റിനാണ് നിങ്ങൾ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിറ്റ് എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അപ്പം 2009 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 6%, 4%, 5%, then 6%, 7%, 9% ആയിരുന്നു. അതിനുശേഷം മാർച്ച് 2015 വന്നു കഴിഞ്ഞപ്പോൾ 11% ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മാറി. അതിനുശേഷം നെക്സ്റ്റ് ഇയർ വന്നു കഴിഞ്ഞപ്പോൾ 11%-ൽ നിന്നും 15% എന്നുള്ള രീതിയിൽ ജമ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ദെൻ അടുത്ത ഒരു 3-4 ഇയേഴ്സ് 15%, 16% റേഞ്ചിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇംപ്രൂവ് ആയി, അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് നിന്നു. ദെൻ ലാസ്റ്റ് 12 മന്ത്സിന്റെ ട്രെയിലിംഗ് മന്ത്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 16%-ൽ നിന്നും 19% ഒരു ജമ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾ ഇത് 1 by 1 ആയിട്ട് ഓരോ വർഷത്തെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആ കമ്പനിയുടെ പ്രൈസിങ് പവർ, അതായത് കമ്പനിയുടെ സെയിൽസ് ഇവിടെ ഒട്ടും തന്നെ കുറയാതെ തന്നെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ആ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് പ്രൈസ് കൂട്ടുമ്പോഴും, മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുന്നതിനും വളരെ ഹൈലി പ്രൊപ്പോർഷണൽ ആയിട്ട് അതിന്റെ സെയിൽ പ്രൈസ് കൂട്ടുമ്പോഴും, സെല്ലിംഗ് പ്രൈസ് കൂട്ടുമ്പോഴും അവരുടെ സെയിൽസ് ഒട്ടും തന്നെ കുറയാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ അവരുടെ പ്രോഫിറ്റ് മാർജിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ കമ്പനിയുടെ ഒരു പ്രൈസിങ് പവറിനെയാണ് കാണിക്കുന്നത്. പ്രൈസ് കൂട്ടിയാൽ പോലും കസ്റ്റമേഴ്സ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് തന്നെ മേടിക്കണം എന്നുള്ള ഒരു അതുപോലത്തെ ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്ട്സ് ആണ് ബ്രിട്ടാനിയ മാനുഫാക്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ ബ്രാൻഡ് ഇമേജ് ആണ്, ട്രസ്റ്റ് ഫാക്ടർ ആണ് ബ്രിട്ടാനിയക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും 151-ൽ നിന്നും 1,403 crores ആണ് നെറ്റ് പ്രോഫിറ്റ് കൂടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10 ടൈംസ് നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് 10 ഇയേഴ്സിൽ കൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ റീസൺ സെയിൽസ് കൂടുന്നത് കൂടാതെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടുന്നത് കൊണ്ട് തന്നെ സെയിൽസിനേക്കാളും കൂടുതൽ ഗ്രോത്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 10 ഇയേഴ്സ്, 5 ഇയേഴ്സ്, 3 ഇയേഴ്സിൽ സെയിൽസ് എത്രമാത്രം കൂടി, പ്രോഫിറ്റ് എത്രമാത്രം കൂടി എന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് 10 ഇയേഴ്സിൽ സെയിൽസ് 12%, 5 ഇയേഴ്സിൽ സെയിൽസ് 8%, 3 ഇയേഴ്സിൽ 9%-മാണ് സെയിൽസ് കൂടിയിരിക്കുന്നത്. അതേസമയത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസിനേക്കാളും പ്രൊപ്പോർഷനേറ്റ്ലി വളരെ ഹൈ ഗ്രോത്ത് ആണ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ 28%, 5 ഇയേഴ്സിൽ 20%, 3 ഇയേഴ്സിൽ 70%-ആണ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ നമ്പർ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ആണ്. 24 crores ആണ് അവർ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്തിരിക്കുന്നത്. ആ 24 crores എന്ന് പറഞ്ഞ നമ്പർ അവർ ലാസ്റ്റ് 10 ഇയേഴ്സിൽ കൂട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഷെയർ ഡൈലൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ആക്ച്വലി ഇവിടെ സംഭവിച്ചിട്ടില്ല. ദെൻ റിസർവ്സ് ആയിട്ട് അവരുടെ കയ്യിലുള്ളത് 2009-ൽ 697 crores ആയിരുന്നു. അത് കൂടി ഇപ്പം സെപ്റ്റംബർ 2020 ആയപ്പോഴേക്കും 2,650 crores ആയി. ഓൾമോസ്റ്റ് 4 ടൈംസ് അവരുടെ റിസർവ്സ് കൂടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ, അല്ലെങ്കിൽ ഞാൻ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.5-ന് താഴെ ആയിരിക്കണം എന്നുള്ളത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ പാരാമീറ്റർ ആണ്
ROC അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതാണ്. അതായത് നിങ്ങളൊരു ബിസിനസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ 100 രൂപയാണ് നിങ്ങൾ ഇറക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഡെപ്റ്റ് മേടിച്ചിട്ടാണെങ്കിലും ഇക്വിറ്റി ആയിട്ടാണെങ്കിലും നിങ്ങൾ ടോട്ടലി ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 100 രൂപയാണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ആ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 20 റുപ്പീസ് ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ 20% ആയിരിക്കും നിങ്ങളുടെ ROC. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 100 റുപ്പീസ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ പ്രോഫിറ്റ് 20 റുപ്പീസ്. അപ്പൊ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റഡ് എമൗണ്ട്, അതായത് പ്രോഫിറ്റ് എത്രയായിരുന്നു 20, ഇൻവെസ്റ്റഡ് എമൗണ്ട് എത്രയായിരുന്നു 100. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%, അല്ലെ? അപ്പൊ 20 ഡിവൈഡഡ് ബൈ 100% നോക്കിക്കഴിഞ്ഞാൽ 20%. അപ്പൊ 20% ആണ് നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 റുപ്പീസ്, റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് 20 റുപ്പീസ്. അപ്പൊ 100 രൂപ എന്ന ക്യാപിറ്റലിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയ റിട്ടേൺ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുന്നത് 20% ആണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2009 20%, 21% ആയിരുന്നു. ദെൻ അത് 3 വർഷം 20% റേഞ്ചിൽ തന്നെയായിരുന്നു. അതിനുശേഷം 29 ആയി, 39 ആയി, 60, 68, ദെൻ ചെറുതായിട്ട് താന്നു 52, 47, 44, 37. അപ്പം എപ്പോഴും 15%-ന് താഴെയുള്ള കമ്പനീസിൽ ROC 15%-ന് താഴെയുള്ള കമ്പനീസിൽ നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഡിസ്ട്രോയിങ് കമ്പനീസ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? നിങ്ങൾ ബാങ്കിൽ നിന്ന് കടമെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ കടമെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10 to 12% ആണ്. അപ്പൊ 10 to 12% നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു എബോ 12% കിട്ടിയാൽ മാത്രമേ, അതായത് ഒരു 15% എങ്കിലും കിട്ടിയാൽ മാത്രമേ, റിട്ടേൺ ആയിട്ട് എഫ്ഡി നിങ്ങൾക്ക് 15% കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ 15% റിട്ടേണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 12% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അതുകൊണ്ടാണ് 15% ഒരു ബെഞ്ച് മാർക്കായിട്ട് മിനിമം ഒരു കമ്പനി 15% എങ്കിലും ROC ഏൺ ചെയ്യണം എല്ലാ വർഷം. അതിന് താഴെ ROC ഉള്ള കമ്പനീസ് എല്ലാം വാല്യൂ ഡിസ്ട്രോയിങ് കമ്പനീസ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അറ്റ്ലീസ്റ്റ് at least it should be less than 1. Preferably it should be less than 0.5. ഡെപ്റ്റ് ഒട്ടും തന്നെ ഇല്ലെങ്കിൽ അത്രയും നല്ലത്. അതായിരിക്കും എന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ROC ഷുഡ് ബി എബോവ് 15. എബോവ് 15 എത്രയോ മുകളിൽ പോകുന്നോ അത്രയും നല്ല കാര്യം. അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 44, 47, 37 റേഞ്ചിലാണ് കമ്പനിയുടെ ROC പോകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യമാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണെന്നുള്ളത്. അതായത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിൽ എത്ര പെർസെന്റേജ് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര പെർസെന്റേജ് കമ്പനി ഫിനാൻഷ്യൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര പെർസെന്റേജ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ എത്ര പെർസെന്റേജ് ആണ് പബ്ലിക്, നമ്മളെ പോലുള്ള പബ്ലിക് എത്ര പെർസെന്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. കൂടുതൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടോ അത്രയും നല്ലത്. അല്ലെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ, പ്രൊമോട്ടേഴ്സ് അവരുടെ കമ്പനിയിലെ ഷെയർസിന്റെ ഹോൾഡിംഗ് പെർസെന്റേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ അത്രയും നല്ലത്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 2018 തൊട്ടുള്ള ഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 50+% ആണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. FIIs അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ 17.05% ആയിരുന്നു മാർച്ച് 2018 ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിപ്പം ചെറുതായിട്ട് കൂടി ഡിസംബർ 2020 ആകുമ്പോഴേക്കും 17.67% ആണ് FIIസിന്റെ ഹോൾഡിംഗ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, FII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. DIIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് പോലെ, ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള കമ്പനികളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്ര ശതമാനം? മാർച്ച് 2018 12.63% ആയിരുന്നു. അത് ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞ് 10.65% ആണ് ഡിസംബർ 2020 അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്.
ഈ പബ്ലിക്കിന്റെ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 2018 19.62% ആണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ കൂടി 21.14% ആണ് പബ്ലിക് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽസ് എല്ലാം നമ്മൾ നോക്കുമ്പോഴും കമ്പനിയുടെ പെർഫോമൻസ് വളരെയധികം നല്ലതാണ്. എക്സെപ്റ്റ് എനിക്കൊരു കൺസേൺ ഉള്ളത് ഡെപ്റ്റ് ടു ഇക്വിറ്റി അവര് റീസെന്റ് ആയിട്ട് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. 0.92 ആണ്. അപ്പം എന്റെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒന്നിൽ കൂടുതൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പം ഒന്നിനടുത്താണ് അവർ നിൽക്കുന്നത്. സ്റ്റിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 1. സോ ഓവറോൾ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. എല്ലാവർക്കും അവരുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ബ്രിട്ടാനിയ എന്ന കമ്പനിയുടെ ഫണ്ടമെന്റൽസും ഫിനാൻഷ്യൽ പെർഫോമൻസും വളരെയധികം നല്ലതാണ്. അപ്പൊ നമുക്ക് ബ്രിട്ടാനിയ എന്ന കമ്പനി അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെ നമുക്ക് ഈ കമ്പനിയിൽ സ്വിംഗ് ട്രേഡിംഗ് വഴി 200-day മൂവിംഗ് ആവറേജ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% റിട്ടേൺ ഓൺ ആൻ ആവറേജ് എവറി ഇയർ കിട്ടുമോ എന്നുള്ളത് നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ്. ഈ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് investing.com എന്ന വെബ്സൈറ്റിലൂടെയാണ്. അപ്പൊ ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ഷെയർ പ്രൈസിന്റെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ ഷെയർ പ്രൈസിന്റെ 200-day മൂവിംഗ് ആവറേജ് ആണ്. 200-day മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 200 ഡേയ്സിന്റെ ക്ലോസിംഗ് പ്രൈസ്, കമ്പനിയുടെ ഷെയർ പ്രൈസ് എത്രയായിരുന്നോ അതിന്റെ ആവറേജ് 201st ഡേയിൽ ഇവിടെ അവർ പ്ലോട്ട് ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും പ്രീവിയസ് 200 ഡേയ്സിന്റെ ആവറേജ് ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് എത്രയാണോ അതെടുത്ത് പ്ലോട്ട് ചെയ്ത് അങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന ഒരു ലൈനാണ് ഈ റെഡ് ലൈൻ എന്ന് കാണുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാൻഡിൽസ്റ്റിക് ചാർട്ട് ഓപ്പൺ ചെയ്തു, 200-day മൂവിംഗ് ആവറേജ് നമ്മൾ ഇതിൽ പ്ലോട്ട് ചെയ്തു. നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം കമ്പനിയുടെ പ്രൈസ് 200-day മൂവിംഗ് ആവറേജിന്റെ താഴെ പോകുന്നു അന്ന് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അന്ന് നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ എയിം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൈസിൽ നിന്നും എപ്പം കമ്പനി ഷെയർ പ്രൈസ് 20% മുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ 20% അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ 20% മുകളിൽ ഷെയർ പ്രൈസ് ഹിറ്റ് ചെയ്യുന്നു, ആ സ്പോട്ടിൽ നമ്മൾ ഷെയർ സെൽ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിപ്പോ കമ്പനിയുടെ പ്രീവിയസ് പെർഫോമൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കമ്പനിയുടെ ചാർട്ട് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു 200-day മൂവിംഗ് ആവറേജ് വെച്ച്. നമ്മളിപ്പോ ഓൾറെഡി കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയത് വെച്ചിട്ട് കമ്പനി വളരെ സ്ട്രോങ് ആണെന്നും അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വളരെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഫ്യൂച്ചറിൽ നമുക്ക് 200-day മൂവിംഗ് ആവറേജ് വെച്ചിട്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത് നമുക്ക് 20% റിട്ടേൺ ഏൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ലാസ്റ്റ് ഒരു 15-20 ഇയേഴ്സിന്റെ നമ്മൾ റെക്കോർഡ് നോക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിലും കമ്പനി പഴയ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കാം, ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കഴ്സർ ഇവിടെ വെക്കുമ്പോൾ 1996 ജൂൺ 5th ആദ്യമായിട്ട് കമ്പനിയുടെ 200-day മൂവിംഗ് കമ്പനിയുടെ ഷെയർ പ്രൈസ് 200-day മൂവിംഗ് ആവറേജിന് താഴെ പോയി. അപ്പൊ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു പോയിന്റിൽ നിന്നും കമ്പനി 20% റിട്ടേൺ കമ്പനി അച്ചീവ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 274 ഡേയ്സ് ആണ്. നിങ്ങൾക്ക് ഈ ബ്ലൂ ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 274% ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് കമ്പനി 20% ഗെയിൻ ചെയ്യാൻ എടുത്ത സമയം 274 ഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഡേയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ദെൻ 274 ലെസ് ദാൻ 1 ഇയർ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 20% റിട്ടേൺ ഈ കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടി നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു.
നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് അടുത്തത് ഏത് പീരീഡിലാണ് 200-ഡേ മൂവിംഗ് ആവറേജിന്റെ താഴെ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഹിറ്റ് ചെയ്തത് എന്ന്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് സ്പോട്ട്. ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് 2 years കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പം 1999 October 14th എഗെയിൻ 200-ഡേ മൂവിംഗ് ആവറേജിന്റെ താഴെ കമ്പനിയുടെ ഷെയർ പ്രൈസ് പോയത്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 20% റിട്ടേൺ കിട്ടാൻ എത്ര സമയം വീണ്ടും എടുക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. ഇറ്റ് ടുക്ക് അറൌണ്ട് 4 years. 1999 ഒക്ടോബറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2005 ജൂലൈ ഓഗസ്റ്റ് പീരീഡിലാണ് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ, അതായത് 20% റിട്ടേൺ കിട്ടി എക്സിറ്റ് അടിക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2000, 2001, 2, 3, 4, 5, 6 years ആണ് എടുത്തത് നിങ്ങൾക്ക് ഒരു 20% ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം 6 yearsൽ 20% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് എവറി ഇയർ 3% മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു പീരീഡിൽ ബ്രിട്ടാനിയയിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഒരു മോശം എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. ഓക്കെ, ഫൈൻ. സ്റ്റിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വന്നത് ഇത് ഈ ഒരു പോയിന്റിലാണ്, അതായത് 2006 മെയ്യിലാണ്. 2006 മെയ്യില് നമ്മളപ്പം ഇവിടെ അഗൈൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് 20% റിട്ടേൺ എപ്പോഴാണ് കിട്ടിയത് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് 409 days. 409 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 13 months, 1 year and 1 month എടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 20% റിട്ടേൺ നമുക്ക് അഗൈൻ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് അടുത്ത ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ്? 2007 ഒക്ടോബറിൽ. 2007 ഒക്ടോബറിൽ നിങ്ങൾ ഷെയർ പ്രൈസ് 200-ഡേ മൂവിംഗ് ആവറേജിന് താഴെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 588 days എടുത്തതിന് ശേഷം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 583 days എടുത്തു നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടാൻ. അഗെയിൻ ഇറ്റ് ടുക്ക് 1.5 years അല്ലെങ്കിൽ 1 year and 4 months എടുത്തു നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വന്നത്? നിങ്ങൾക്ക് വീണ്ടും ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. അഗെയിൻ ഷെയർ പ്രൈസ് 200-ഡേ മൂവിംഗ് ആവറേജ്, അതായത് ഈ റെഡ് ലൈൻ ആണ് 200-ഡേ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. റെഡ് ലൈനിന്റെ താഴെ ഷെയർ പ്രൈസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ അഗെയിൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുത്തു 20% റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്? ഓൺലി 268 ഡേയ്സിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടി. അഗെയിൻ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വന്നത്? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി 2011 ജാനുവരിയിലാണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നത്. നിങ്ങൾ 2011 ജാനുവരിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് 200-ഡേ മൂവിംഗ് ആവറേജിന്റെ താഴെ വന്നപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെ എടുത്ത സമയം 152 days ആണ്. അതായത് നിങ്ങൾക്ക് വെറും 6 months കൊണ്ട് നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നത് ഇവിടെയാണ്, അതായത് 2011 സെപ്റ്റംബറിലാണ്. 2011 സെപ്റ്റംബറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 68 days നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പീരീഡിൽ, അതായത് 2011 ഡിസംബറിൽ നിങ്ങൾ അഗൈൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 48 days അല്ലെങ്കിൽ ടു ബി മോർ പ്രിസൈസ് വിത്തിൻ 52 days നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അഗൈൻ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഈ ഒരു പോയിന്റിലാണ്, അതായത് 2012 മാർച്ചിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്, ഭയങ്കര ഒരു ജമ്പാണ് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് നിങ്ങൾക്ക്
20% റിട്ടേൺ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. എഗെയിൻ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് വരുന്നത്? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് 2012 ജൂലൈയിലാണ്. 2012 ജൂലൈയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നത് 315 ഡേയ്സ് കഴിയുമ്പോഴാണ്. അതായത് വിത്തിൻ 10 months നിങ്ങൾക്ക് മോർ ദാൻ 20% റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത് നിങ്ങൾക്ക് 2014ലാണ്. 2014 ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 77 ഡേയ്സ് നിങ്ങൾക്ക് അഗൈൻ 20% റിട്ടേൺ ലഭിക്കും. ദെൻ 2015ലാണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. 2015 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 246 ഡേയ്സിൽ നിങ്ങൾക്ക് അഗൈൻ 20% റിട്ടേൺ ലഭിക്കും. അതിനുശേഷം 216 നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. 2016 നവംബറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 161 ഡേയ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ കാണാം, ബ്ലൂ കളർ ബോക്സിൽ 161 ഡേയ്സിൽ നിങ്ങൾക്ക് 20% നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കും. നെക്സ്റ്റ് 20% റിട്ടേൺ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നത് 2018ലാണ്. 2018 സെപ്റ്റംബറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 140 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ ലഭിക്കും. അതിന് വിത്തിൻ 1 month പീരീഡിനുള്ളിൽ തന്നെ 2019 ഫെബ്രുവരിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2020 ജൂലൈയിൽ, അതായത് 511 ഡേയ്സിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ ലഭിക്കും. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു റൈറ്റ് മൊമെന്റ് ആണ്. കാരണം ലാസ്റ്റ് ഒരു എന്താ പറയാ, ഒരു 4 months പീരീഡിൽ 1, 2, 3, 4 ടൈംസ് 200 day മൂവിംഗ് ആവറേജിന്റെ താഴേക്ക് ബ്രിട്ടാനിയയുടെ ഷെയർ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% റിട്ടേൺ റീസണബിൾ ടൈമിൽ ഓൺ ആൻ ആവറേജ് എവറി ഇയർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിലൊരു ഇൻഫോർമേഷൻ, നിങ്ങൾക്ക് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാനുള്ളത്, അപ്പൊ ഫസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് വെച്ചിട്ട് 200 day മൂവിംഗ് ആവറേജ് വെച്ചിട്ട് നമ്മൾ ബ്രിട്ടാനിയയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് 1996 തൊട്ടാണ്. അപ്പൊ 1996 തൊട്ട് 2021, അതായത് ഏകദേശം ഒരു 24 ഇയേഴ്സിനുള്ളിൽ നമ്മൾ ബ്രിട്ടാനിയയിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ 14 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലാസ്റ്റ് 24 ഇയേഴ്സിൽ നമുക്ക് 20% റിട്ടേൺ കിട്ടുന്ന രീതിയിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വൺസ് ഇൻവെസ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പീരീഡിൽ നിങ്ങൾ ഈ ഷെയറിൽ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നില്ല. നിങ്ങൾ ആ പൈസ വൺസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ ഡെപ്റ്റ് ഫണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ മറ്റ് സേഫർ ഇൻസ്ട്രുമെന്റ്സിലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മറ്റ് കമ്പനീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് മറ്റ് കമ്പനീസിൽ 200 day മൂവിംഗ് ആവറേജിന്റെ താഴെ ഷെയർ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ സംടൈംസ് നിങ്ങൾക്ക് ഒരു വർഷം തന്നെ 2 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു സെയിം ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 20% റിട്ടേൺ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഓൺ ആൻ ആവറേജ് നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 60 to 70% ഒക്കേഷൻസിൽ നിങ്ങൾക്ക് 1 yearന്റെ താഴെയാണ് നിങ്ങൾക്ക് 20% റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് 1 day തൊട്ട് 1 month, 3 months, 6 months, 9 months എന്നുള്ള പീരീഡിലടക്കം നിങ്ങൾക്ക് 20% റിട്ടേൺ നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 to 20% ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്ക് ലഭിക്കും. 15, 16, 17, 18% ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ കൂടെ ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന പീരീഡിലാണ് കമ്പനീസ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിവിഡൻഡും കിട്ടും. അപ്പം ഇതാണ് സ്വിംഗ് ട്രേഡിംഗ് മെത്തഡോളജി.
200-day മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് മെത്തഡോളജി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് മെത്തഡോളജി എല്ലാ കമ്പനീസിലും അപ്ലിക്കബിൾ അല്ല. മോശമായ കമ്പനീസിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കമ്പനി എന്താണെന്നും കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്നും കമ്പനിയുടെ ഫ്യൂച്ചർ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കമ്പനീസിൽ, ബ്രിട്ടാനിയ പോലുള്ള നല്ല കമ്പനീസിൽ അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണ്, ഡെപ്റ്റ് കുറവുള്ള, പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള, സെയിൽസ് ഗ്രോത്ത് ഉള്ള, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 15% കൂടുതലുള്ള കമ്പനീസിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തഡോളജി 200-day മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് മെത്തഡോളജി നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുകയുള്ളൂ. ഈ ഞാനിപ്പോ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ മാത്രമാണ്. ഞാൻ ഒരിക്കലും ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അനാലിസിസ്, നിങ്ങളുടെ നോളജ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു കമ്പനീനെ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെ ഒരു കമ്പനീനെ വിലയിരുത്തുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വായിച്ച് എങ്ങനെ നിങ്ങളുടെ ഒരു അനാലിസിസിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് കമ്പനിയിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പാടുകയുള്ളൂ. ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഒരു കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുകയല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് അനാലിസിസിലൂടെ മാത്രമേ നിങ്ങൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനോ പാടുള്ളൂ. നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിന്റെ അഡ്വൈസ് നേടിയതിനു ശേഷമോ അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് കമ്പനീസ് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് a lot.